നേതൃത്വ തലവേദനയായി KPC പുനഃസംഘടന. KPC അധ്യക്ഷ സ്ഥാനത്തിനായി അവകാശവാദം ഉന്നയിച്ച് 10 നേതാക്കന്മാർ രംഗത്തുണ്ട്. അടൂർ പ്രകാശ്, കൊടിക്കുന്നിൽ സുരേഷ്, ആന്റോ ആന്റണി, ബെന്നി ബെഹനാൻ, ഷാഫി പറമ്പിൽ തുടങ്ങിയ 5 MPമാരും ജോസഫ് വാഴക്കൻ, KC ജോസഫ്, MM ഹസൻ, മാത്യു കൊൽനാടൻ, ചാണ്ടി ഉമ്മൻ തുടങ്ങിയവരും അവകാശവാദങ്ങളുമായി രംഗത്തുണ്ട്. മുഴുവൻ സമയ ചുമതലയുള്ള അധ്യക്ഷനെ ഉടൻ നിയമിക്കണമെന്ന നിലപാടിലാണ് ഹൈക്കമാൻഡ്. കഴിഞ്ഞ ദിവസം ഇന്ദിരാഭവനിൽ ചേർന്ന KPCCയുടെ വിശാല നേതൃയോഗത്തിലാണ് KPCC അധ്യക്ഷ പദവിക്ക് വേണ്ടി അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് കൂടുതൽ നേതാക്കൾ രംഗത്തെത്തുന്ന സാഹചര്യമുണ്ടായത്. നേരത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിക്കാതെ പോയപ്പോൾ മുതൽ തന്നെ KPCC അധ്യക്ഷ പദവിക്ക് വേണ്ടി MPമാരിൽ ചിലർ ചരടുവലികൾ തുടങ്ങിയിരുന്നു. അതിൽ പ്രധാനമായി 5 പേരായിരുന്നു മുമ്പിലുണ്ടായിരുന്നത്. ആ 5 പേർക്ക് പുറമെ മറ്റ് 5 മുതിർന്ന നേതാക്കൾ കൂടി ഇപ്പോൾ അധ്യക്ഷ പദവിക്കായി രംഗത്തെത്തിയിരിക്കുന്നതാണ് സാഹചര്യം. MPമാരിൽ കൊടിക്കുന്നിൽ സുരേഷ്, ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ അടക്കമുള്ളവരെ നേരിൽ കണ്ടുകൊണ്ട് ദളിത് പ്രാതിനിധ്യം ഉറപ്പുവരുത്താൻ സംസ്ഥാനത്തിൻ്റെ കോൺഗ്രസ് ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായമായി മാറും, തന്നെ അധ്യക്ഷ പദവിയിലേക്ക് നിയോഗിച്ചാൽ എന്ന കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ദേശീയ നേതൃത്വത്തെ നേരിൽ കണ്ട് തൻ്റെ നിലപാട് അറിയിച്ചതാണ്. സംസ്ഥാനത്തെ ദളിത് സംഘടനകളിൽ ഒരു വിഭാഗവും കൊടിക്കുന്നിലിനെ അധ്യക്ഷ പദവിയിലേക്ക് പരിഗണിക്കണമെന്ന ആവശ്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് കത്ത് നൽകിയിട്ടുണ്ട്. അങ്ങനെ കൊടിക്കുന്നിൽ സുരേഷിന് വേണ്ടി വലിയ ചരടുവലികൾ നടക്കുന്നതിനിടയിലാണ് സമാനമായ തരത്തിൽ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് മുൻപ് അധ്യക്ഷ പദവിയിലേക്ക് പരിഗണിക്കപ്പെട്ടിരുന്ന ആന്റോ ആന്റണിയും ബെന്നി ബെഹനാനും രംഗത്തെത്തിയത്. ക്രൈസ്തവ പ്രാതിനിധ്യം ഉറപ്പുവരുത്താൻ, അതോടൊപ്പം മധ്യ കേരളത്തിൽ കോൺഗ്രസിൻ്റെ ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടയിൽ ശക്തിപ്പെടുത്താൻ തങ്ങൾ നേതൃത്വത്തിലേക്ക് കടന്നു വരേണ്ടത് അനിവാര്യതയെന്ന് ചൂണ്ടിക്കാണിച്ചാണ് ആന്റോ ആന്റണി MPയും ബെന്നി ബെഹനാനും രംഗത്തെത്തിയിരിക്കുന്നത്. അതേസമയം തന്നെയാണ് ഇതേ യുവ പ്രാതിനിധ്യമാണ് അധ്യക്ഷ പദവിയിലേക്ക് വേണ്ടത്. സംഘടനാ തലത്തിൽ പാർട്ടിയെ കെട്ടിപ്പടുക്കാൻ, യുവ സമൂഹത്തെ ഒപ്പം നിർത്താൻ ഷാഫി പറമ്പിലിനെ അധ്യക്ഷ പദവിയിലേക്ക് പരിഗണിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഷാഫിയെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം കൂടി രംഗത്തെത്തിയിരിക്കുന്നത്. ഇതോടൊപ്പം UDFന്റെ കൺവീനർ കൂടിയായ അടൂർ പ്രകാശും KPCC അധ്യക്ഷ പദവിക്ക് വേണ്ടി വലിയ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. നേരത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി പട്ടികയിൽ അവസാന വട്ടം വരെ ഇടം പിടിക്കുമെന്ന് പ്രതീക്ഷയുണ്ടായിരുന്ന നേതാവാണ് അടൂർ പ്രകാശ്. താൻ ഇഷ്ടപ്പെട്ടല്ല ആറ്റിങ്ങലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്, പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ മത്സരിക്കാൻ നിർബന്ധിതരാകുകയായിരുന്നു. അതേ അടൂർ പ്രകാശും വീണ്ടും KPCCയുടെ അമരത്തേക്ക് തന്നെ പരിഗണിക്കണം, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സീറ്റ് നൽകാതിരുന്നതിൻ്റെ കുറവ് നികത്താൻ അധ്യക്ഷ പദവിയിലേക്ക് തന്നെ പരിഗണിക്കണം, ഈഴവ സമുദായത്തിൻ്റെ പ്രാതിനിധ്യം തന്നിലൂടെ ഉറപ്പാക്കാൻ കഴിയുമെന്ന ക്ലെയിമാണ് നേതൃത്വത്തിന് മുമ്പിൽ വെച്ചിരിക്കുന്നത്. ഈ 5 പേർക്ക് പുറമെയാണ് മുതിർന്ന നേതാക്കളായ KC ജോസഫ്, അതോടൊപ്പം ജോസഫ് വാഴക്കൻ ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തിയിരിക്കുന്നത്. ജോസഫ് വാഴക്കന് അവസാന നിമിഷം ഏറ്റുമാനൂരിൽ സീറ്റ് നിഷേധിക്കപ്പെട്ടതാണ്. അന്ന് മുതൽ തന്നെ പാർട്ടിയുടെ നേതൃത്വം അദ്ദേഹത്തെ അനുനയിപ്പിക്കാനായി ഉറപ്പ് നൽകിയതാണ് പ്രധാനപ്പെട്ട ഒരു പദവിയിലേക്ക് അദ്ദേഹത്തെ പരിഗണിക്കുമെന്ന കാര്യം. അങ്ങനെയാണ് KC വിഭാഗത്തിൻ്റെ കൂടി പിന്തുണ ഉറപ്പാക്കാനുള്ള നീക്കം ജോസഫ് വാഴക്കൻ നടത്തുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രമേശ് ചെന്നിത്തലയാണ് ജോസഫ് വാഴക്കന് വേണ്ടി വലിയ സമ്മർദ്ദം ചെലുത്തിയത്. ആദ്യഘട്ടത്തിൽ ജോസഫ് വാഴക്കന് ഏറ്റുമാനൂർ സീറ്റ് നിഷേധിക്കപ്പെട്ട സമയം മുതൽ തന്നെ വലിയ സമ്മർദ്ദം രമേശ് ചെന്നിത്തല ഉന്നയിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം നിഷേധിക്കപ്പെട്ട് മന്ത്രിസഭയിലേക്ക് ഇല്ലെന്ന നിലപാടെടുത്ത് നിന്നപ്പോൾ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം അദ്ദേഹവുമായി അനുനയ ചർച്ചകൾ നടത്തിയിരുന്നു. അപ്പോഴും മുമ്പോട്ട് വെച്ച കാര്യം, തന്നെ മാത്രമല്ല തനിക്കൊപ്പം നിൽക്കുന്നവരെയും പരിഗണിക്കണം, ജോസഫ് വാഴക്കനെ അധ്യക്ഷ പദവിയിലേക്ക് കൊണ്ടുവരണമെന്ന ആവശ്യം രമേശ് ചെന്നിത്തലയാണ് അന്ന് നേതൃത്വത്തിന് മുമ്പിൽ വെച്ചത്. ഇതൊക്കെ തനിക്ക് അനുകൂലമായി വരുമെന്ന പ്രതീക്ഷയിലാണ് ജോസഫ് വാഴക്കൻ. അതിനു പുറമെയാണ് A ഗ്രൂപ്പിന്റെ മുതിർന്ന നേതാവായ KC ജോസഫും സമാന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. തനിക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവസരം നിഷേധിക്കപ്പെട്ടു, ഏറെ നാളായി പാർലമെന്ററി രാഷ്ട്രീയത്തിൽ നിന്ന് പുറത്താണ്, അതുകൊണ്ട് പാർട്ടിയുടെ തലപ്പത്തേക്ക് പരിഗണിക്കണമെന്ന ആവശ്യം KC ജോസഫും മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. സമാനമായ തരത്തിൽ മുൻ KPCC അധ്യക്ഷരായിരുന്ന MM ഹസനും അതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് രംഗത്തുണ്ട്. അദ്ദേഹം വിശാല നേതൃയോഗത്തിലും ആവശ്യം ഉന്നയിച്ചതായി എന്ന വിവരം. അതിനു പുറമെയാണ് യുവമുഖങ്ങളായ മാത്യു കൊൽനാടനും ചാണ്ടി ഉമ്മനും KPCC അധ്യക്ഷ പദവിക്ക് വേണ്ടി അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത്. KC പക്ഷത്തെ പ്രധാന നേതാവാണ് മാത്യു കൊൽനാടൻ. അതുകൊണ്ട് തന്നെ KC വിഭാഗത്തിൽ ഒരു യുവനിരയുടെ പൂർണ്ണ പിന്തുണ മാത്യു കൊൽനാടന് ഉറപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് അധ്യക്ഷ പദവിക്ക് വേണ്ടി മാത്യു അവകാശവാദം ഉന്നയിക്കുന്നത്. അതേസമയം ചാണ്ടി ഉമ്മനാകട്ടെ മന്ത്രിസഭയിൽ അവസാന നിമിഷം വരെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന മുഖം, ഓർത്തഡോക്സ് സഭയുടെ മുഖം. പക്ഷേ സഭയ്ക്ക് പ്രാതിനിധ്യം മന്ത്രിസഭയിൽ ലഭിച്ചില്ല. ആ കുറവ് നികത്താൻ ഈ പാർട്ടിയുടെ നിർണായകമായ ഒരു പദവിയിലേക്കെങ്കിലും പരിഗണിക്കണമെന്ന ആവശ്യം കൃത്യമായി ചാണ്ടി മുമ്പോട്ട് വെക്കുന്നുണ്ട്. ചാണ്ടിയെ അനുകൂലിക്കുന്നവരും ഇതേ ആവശ്യം കോൺഗ്രസ് നേതൃത്വത്തിന് മുമ്പിൽ വെച്ചിട്ടുണ്ട്. ഈ 10 പേരിൽ ഒരാൾ
KPCCയുടെ അമരത്തേക്ക് എത്തും എന്ന കാര്യം ഉറപ്പാണ്. പക്ഷേ അത് ആരാണ് എന്ന കാര്യത്തിൽ ഇപ്പോഴും അനിശ്ചിതത്വം തുടരുകയാണ്, സസ്പെൻസ് തുടരുകയാണെന്ന് പറയാം. ഏതൊക്കെ ഫാക്ടേഴ്സ്, സാമുദായിക സമവാക്യങ്ങൾ ഉറപ്പാക്കുന്നതിനൊപ്പം മറ്റ് നേതാക്കൾക്ക് കൂടി സ്വീകാര്യതയുള്ളൊരു മുഖം അധ്യക്ഷ പദവിയിലേക്ക് എത്താനാണ് നിലവിലെ സാഹചര്യം. അങ്ങനെയെങ്കിൽ നിലവിൽ MP മാരോ MLA മാരോ ആയവരെ പരിഗണിക്കുമോ, അതോ അതിനപ്പുറത്തേക്ക് പദവികളൊന്നുമില്ലാതിരിക്കുന്ന ആരെങ്കിലും പരിഗണിക്കുമോ എന്ന കാര്യത്തിലാണ് ഇനി വ്യക്തത വരാനുള്ളത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.